ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരത് മണ്ഡപത്തിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എല്ലാവരും അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം തണുപ്പുള്ള സമയത്ത് എടുത്ത വീഡിയോസാണേ. അപ്പോൾ ഇതാ ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫാനിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കാം കേട്ടോ. വേറൊരു മാർഗ്ഗവും ഇല്ല, കാരണം ഇവിടെ ചൂടൊക്കെ ചെറുതായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും അതിൽ ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ഭാരത് മണ്ഡപത്തിൽ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ഡാൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് നമുക്ക് അനൗൺസ് ചെയ്ത സമയത്ത് പറഞ്ഞത് ഇതൊരു മലയാളിയാണ് കൊറിയോഗ്രാഫി ചെയ്തത് കേട്ടോ. നമുക്കൊരുപാട് സന്തോഷമായി കേട്ടോ. അങ്ങനെ മലയാളിയാണെന്ന് കേട്ട അപ്പം നമ്മൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഹൈ ടീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും പിന്നെ ഹൈ ടീ പോയപ്പം അവിടെ നമ്മുടെ ഇവിടുന്ന് ട്രാൻസ്ഫർ പോയ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ കാണാൻ പറ്റിയേ. പിന്നെ നമ്മളെല്ലാവരെയായിട്ട് കണ്ട് സംസാരിച്ചു. പിന്നെ നമ്മുടെ കുറേ ഫോട്ടോസ് കാര്യങ്ങൾ, നമുക്കതാണ് മെയിൻ കേട്ടോ. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവരൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇപ്പുറം പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഈ പാർട്ടിയിൽ നമ്മൾ കുട്ടികളെ ഒന്നും അലൗഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസമായപ്പം എന്താ പറയുക, വീട്ടിലെ ഉച്ചയ്ക്കുള്ള വിശേഷങ്ങളാട്ടോ. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൺഡേ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല മാങ്ങ കിട്ടി കേട്ടോ. മാങ്ങയും മുരിങ്ങക്കായും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൊതിയായിട്ടോ. എന്താ പറയുക, മാങ്ങയും മുരിങ്ങക്കായും കറി വെക്കാനുള്ള ഒരു ആഗ്രഹം വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ മലയാളി കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഉണക്കച്ചമ്മീൻ കിട്ടിയേ. അപ്പോൾ അത് വെച്ചിട്ട് കറി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ നല്ല ടേസ്റ്റിലെ നാടൻ കറിയല്ലേ. അങ്ങനെ ഞാനിതാ ഉണക്കച്ചമ്മീനൊക്കെ വാങ്ങിച്ച് നമ്മൾ അത് നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കണേ. അപ്പോഴേക്ക് ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതാ ഞാൻ മുരിങ്ങക്കായൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാങ്ങയ്ക്കില്ലേ, ഈ ഒരു ചെറിയൊരു മാങ്ങ കേട്ടോ, എന്ത് വിലയാണെന്നറിയാം. 30 രൂപയാണ് ആ ചെറിയൊരു മാങ്ങയ്ക്ക് കേട്ടോ. പക്ഷേ 30 രൂപ നമ്മളെ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, നമ്മളെ ആഗ്രഹങ്ങൾ നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ആ കറി പിന്നെ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ നാടൻ കറികളൊക്കെ കൂട്ടിയിട്ട് ഈ തണുപ്പത്ത് നമുക്ക് അങ്ങനെ നാടൻ കറികളോടൊന്നും ഒരു ഇത് തോന്നൂല കേട്ടോ. പിന്നെ അന്ന് എന്തായാലും വേണ്ടിയില്ല, തണുപ്പൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ വേഗം ഞാനിതാ നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയും ഉള്ള കറി വെക്കുക കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായും മാങ്ങയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ നമ്മുടെ ആ ചെമ്മീൻ വറുത്തത് ഒന്ന് പൊടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് കുക്കറിൽ ഞാനൊരു 2 വിസിലടുപ്പിച്ചു കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യുന്നറിയും, വേഗം തേങ്ങ ചിരകിയിട്ട് നമുക്ക് ചെറിയുള്ളിയും ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ അത് അടുപ്പത്ത് വെച്ചപ്പോഴേക്കും ഞാൻ ഉപ്പേരി ഉണ്ട് കേട്ടോ. ഉപ്പേരി വെക്കാനുള്ള ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് തൊലി കളഞ്ഞ് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും കുക്കർ 2 വിസിലൊക്കെ അടിച്ച്. അപ്പോൾ പിന്നെ ഞാൻ മലയാളി കടയിൽ പോയി എന്ന് പറഞ്ഞല്ലോ, അവിടെ പോയപ്പോൾ നല്ല കാടമുട്ട കിട്ടി കേട്ടോ. അപ്പോൾ കാടമുട്ട കിട്ടിയ സമയത്ത് ഞാൻ അതിനൊരു 5-6 എടുത്തിട്ട് പുഴുങ്ങി കേട്ടോ. മോക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം അത് പുഴുങ്ങാൻ വേണ്ടി വെക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ ഈ തേങ്ങ ചിരവിയിട്ട് അരച്ചൊക്കെ മാറ്റി വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറി പെട്ടെന്ന് വേവുന്ന കറിയാണല്ലോ. അപ്പോഴേക്ക് ഞാൻ തേങ്ങയൊക്കെ അരച്ച് സംഭവം നല്ല മഷി പോലെ അരക്കണം കേട്ടോ. അപ്പോഴാണ് അത് നല്ല എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോഴേക്കും ഞാൻ നമ്മുടെ മുരിങ്ങക്കായും ഇതൊക്കെ വെന്തതിലേക്ക് ഈ അരച്ച് വെച്ച തേങ്ങ ചേർത്തു കേട്ടോ. ചേർത്തിട്ട് ഞാൻ പിന്നെ നമ്മളെ കടുക് പൊട്ടിക്കുമല്ലോ, ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുകയോ ചെയ്യുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കുള്ളൂ, തിളപ്പിക്കില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കടുകും പൊട്ടിച്ചിട്ടു കേട്ടോ. അതിൽ നല്ല വെളിച്ചെണ്ണ തന്നെ ചേർക്കണേ. അപ്പോഴതാണ് അതിൻ്റെ ഒരു സ്വാദ് ഉണ്ടാവുക കേട്ടോ. ഞാൻ കുറച്ച് കറി വെച്ചുള്ളൂ, കാരണം ഇച്ചിരി അല്ലേ മാങ്ങയുള്ളൂ, കുറച്ചേ ഉള്ളൂ നമ്മുടെ ചെമ്മീനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചപ്പോൾ തന്നെ എന്താണെന്നറിയോ, തേങ്ങ ചേർത്തപ്പോൾ എന്തൊരു നല്ല മണമെന്നറിയോ. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് നമ്മളാ കറി അങ്ങ് വറുത്തെടുത്തു കേട്ടോ. അപ്പോഴേക്കും ഞാൻ ആ മുട്ട പുഴുങ്ങിയത് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നമ്മളൊരു മുളക് ഇട്ടിട്ടൊരു ഇതുണ്ടാക്കുമല്ലോ,
അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ മീനൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ അതിനാണ് മാറ്റി വെച്ചത് കേട്ടോ. അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഉപ്പേരീൻ്റെ സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ. അരിഞ്ഞു വെച്ചിട്ട് കൂടുതൽ പണിയൊന്നുമില്ല. ഒരു ഉപ്പേരി ഇല്ലാതെ നമുക്ക് ഊണ് വയ്ക്കുമ്പം എന്തോ പോലെ കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കുറച്ച് ഉപ്പേരി ഉണ്ടായാലാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ചീനച്ചട്ടിയിൽ ഞാൻ നമ്മുടെ ഉപ്പേരികൾ അരിഞ്ഞ് വെച്ചതൊക്കെ ഇട്ടു. ഉപ്പും ഒരു പച്ചമുളകും ചീകിയിട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചു. അപ്പോഴേക്കും നമ്മളെ ചോറ് ഊറ്റി വെച്ചില്ലേ, അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടു. കാരണം എന്താണെന്നറിയാം, നമുക്ക് ഊണ് കഴിക്കാൻ നേരമാകുമ്പോൾ നല്ല തണുപ്പുള്ളതുകൊണ്ട് ചോറെല്ലാം തണുത്തു. അപ്പോൾ പെട്ടെന്ന് ഓവനിൽ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ മുട്ട സംഭവം തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒരു ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പോഴേക്കും പിന്നെ നമ്മൾ ഏകദേശം സമയമൊക്കെ ആയിട്ടോ, ഊണ് കഴിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഞാൻ ചോറും ഇതെല്ലാം പിന്നെ റെഡിയാക്കി വെച്ചു കേട്ടോ. കഴിക്കാൻ നേരത്താണ് ഈ മുട്ട അങ്ങനെ ചെയ്തതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇതാ എല്ലാം റെഡിയായി. എന്നിട്ട് ഞാൻ ആ കറിയും മുട്ട ഇങ്ങനെ പുഴുങ്ങിയതും ഉപ്പേരിയും അച്ചാറും പപ്പടമൊക്കെ കൂടി ചേർത്തിട്ട് അമ്മോ എന്താ ടേസ്റ്റ് എന്ന് പറയാം. ഭയങ്കര ടേസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വായിൽ നല്ലോണം വെള്ളം വരുന്നുണ്ട് കേട്ടോ. നാട്ടിൽ പോകുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കാറ് പൊതുവേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉഷാലായിട്ട് ഊണൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ബാൽക്കണിയിൽ പോയിട്ട്, ബാൽക്കണിയിലുണ്ട് നല്ല തക്കാളിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറേ തുളസിയൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ അങ്ങനെ ഞാനതെല്ലാം വെട്ടിക്കൊടുത്ത് എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങനെയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഈ ഒരു 2 ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തന്ന് സപ്പോർട്ട് ചെയ്യണേ.